കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനത്തെയൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ട്രാൻസ്ലേഷൻ ചോദ്യം ആക്കി ചോദിച്ചാണോ? അത് മനസ്സിലാക്കിയ ചോദ്യം ആക്കി ചോദിച്ചാണോ? അത് അഭിലാഷൻ മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്ന ടൈപ്പ് ഒരു തിരക്കഥാകൃത്താണ്. അപ്പം എനിക്ക് തലേദിവസം എങ്ങാണ്ട് തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പം വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ പറഞ്ഞു ഇതാണോ പഠിച്ചത്, ഇത് നമ്മൾ കട്ട് ചെയ്താണ്, ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്തായിരുന്നു, കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനത്തെയൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും, കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ പെർമിഷൻ ഉള്ളൂ. അത് അപ്പൊ തന്നെ ഷൂട്ട് വേഗം വേഗം സമയമായി. ഈ മനുഷ്യൻ അവിടെ കാണാനില്ല, ഇടയ്ക്കെങ്ങാണ്ട് ആ വഴി പോയി. അപ്പൊ അതിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പഠിച്ചാണ്, എളുപ്പമല്ല ചേട്ടാ, കഷ്ടമാണ്. ചെയ്യുന്ന കഥാപാത്രങ്ങൾ വളരെ സത്യമായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം വലിയ രീതിക്കാണ് ഈ സിനിമ കാണുന്നത്. അമ്മയും മോനുമായിട്ടുള്ള ബന്ധം വലിയ രീതിക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അഭിനയിക്കുമ്പോഴും സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഓർത്തെടുക്കുന്നത്? ഞാൻ കുറെ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ സിനിമയ്ക്ക് വരുന്നത്. അപ്പൊ ഇപ്പൊ ഈ കുറേ പടങ്ങൾ എനിക്ക് അമ്മ റോളിൽ ചോദിച്ചു, ഇപ്പോഴല്ല, ഒരു 10 കൊല്ലത്തിന് മുമ്പ് തന്നെ. അപ്പൊ ഒന്നും തോന്നാതെ ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് അഭിലാഷ് പറഞ്ഞപ്പോൾ തോന്നി. അപ്പം അത് മാത്രമല്ല, ഈ ടൈറ്റിൽ റോൾ ഓക്കെ, അതുകൂടിയല്ല, ഇതിന്റെ ഈ ഒരു ഇതുവരെ ഞാൻ വേറെ പടങ്ങളിൽ കാണാത്ത ഒരു എസൻസ് ഉണ്ടല്ലോ എൻ്റെ പ്രസൻസ്. അപ്പോൾ അതാണ് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തത്. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, അല്ലിറങ്ങി. പിന്നെ ഫസ്റ്റ് ഷോട്ട് അർജുൻ്റെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഇമോഷണലി കുറച്ച് കണക്ട് ആയി. അപ്പം ഐ തിങ്ക് ഐ ടുക്ക് എ ഗുഡ് ഡിസിഷൻ. അങ്ങനെയായിരുന്നു. ഇത്തരം കേസുകളൊക്കെ ഒത്തിരി ഇരകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്തരം ഇരകൾ ഒത്തിരി കുടുംബങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ സിനിമ അതിനൊരു എന്താണ്, അവർക്കൊരു മാർഗദർശനമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ പറയുന്ന ഇങ്ങോട്ട് നോക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഞാൻ ക്രൈം ഫയൽ എന്നൊരു പടം ചെയ്യുമ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ട് ഹാർട്ടിൽ. അപ്പം അതിനേക്കാളും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു ചെറിയ ഹെവിനെസ് കൂടി ആണ് ഞാനിത് പെർഫോം ചെയ്തത്. അങ്ങനെ അത് പേഴ്സണലായിട്ട് ക്യാരി ചെയ്ത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ റെഗുലർ നമ്മൾക്ക് നറേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ചെയ്യുക. ഇതും അങ്ങനെയായിരുന്നു. എന്നാലും ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പൊ ആ ഫീലും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പടങ്ങൾ മേ ബി